അതിൽ കാർ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അൾട്രാ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് ഡിഫൻസ് കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പ്രോഡക്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഞങ്ങളിവിടെ. UAE, ഈസ്റ്റ് ആഫ്രിക്ക, ശ്രീലങ്ക പോലുള്ള മാർക്കറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. പിന്നെ ID Tech എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ഡിവൈസസിൻ്റെ ഒരു US കമ്പനിയുണ്ട്. അതിൻ്റെ ഈ റീജിയനിൽ മൊത്തം ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. ഇംഗർസോൾ ബ്രാൻഡ് എന്ന് പറഞ്ഞ ആക്സസ് കൺട്രോൾ പ്രോഡക്ട്സും അതിൻ്റെ റിലേറ്റഡ് ആക്സസറീസും അതിൻ്റെ പാർട്ട്നേഴ്സാണ് ഞങ്ങൾ. പിന്നെ ബാങ്കിങ് മേഖലയിൽ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ കാർഡ്സിൻ്റെ ടെസ്റ്റിംഗ് ടൂൾ പ്രൊവൈഡറാണ് ഞങ്ങളൊരു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാർഡ് റിലേറ്റഡ് ടെക്നോളജീസാണ്. അപ്പോൾ ഓരോ ഏരിയയിൽ ചെല്ലുമ്പോഴും ആ കസ്റ്റമറിൻ്റെ ബിസിനസ്സിന് കാർഡ് സൊല്യൂഷൻ എങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു കൺസൾട്ടൻസിയാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ കസ്റ്റമർ നീഡ്സ്, അതിന് ഒരു സൊല്യൂഷൻ ഡിറൈവ് ചെയ്യുക അല്ലെ ഫോർമുലേറ്റ് ചെയ്യുക. ഞങ്ങളിലുള്ള പല പ്രോഡക്ട്സ് കൊണ്ട് അതിനൊരു സൊല്യൂഷൻ ഇപ്പം നമ്മൾ സ്കെച്ച് ചെയ്യുക, പ്ലാൻ സ്കെച്ച് ചെയ്യുക, ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ അതിനെ ആ ഒരു സോക്കറ്റിലേക്ക് ഇത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ മോഡൽ. ഈവൻ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ഉണ്ടെങ്കിലും ഞങ്ങൾ ആ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിൽ ഞങ്ങൾ വർക്കിംഗ് മോഡൽ അധികവും ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അതാണ്. തീർച്ചയായും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേണ്ടത് ക്വാളിറ്റിയാണ്. അതെ, അതിനോടൊപ്പം തന്നെ ക്വാളിറ്റി പ്ലസ് സർവീസ്. അതെ, സർവീസും ക്വാളിറ്റിയും കൊടുക്കാൻ കഴിയുമോ അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. എക്സാക്ട്ലി. എത്രത്തോളം സ്മാർട്ട് വേൾഡ് നൽകുന്നു? സ്മാർട്ട് വേൾഡ് ഞങ്ങളിത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഫസ്റ്റ് സെയിൽസിൽ വരുന്ന ഒരു ജോലിക്കാരനെക്കാട്ടി മുൻപിൽ ഞങ്ങൾ റിക്രൂട്ട് ചെയ്തൊരു ടെക്നിക്കൽ സപ്പോർട്ട്, കസ്റ്റമർ സപ്പോർട്ട് സ്റ്റാഫിനെയാണ്. അത് ടെക്നിക്കലി നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു ഞങ്ങൾ തുടക്കം മുതലും കണ്ടിന്യൂസും ഇൻ ഫ്യൂച്ചർ വിഷനും അങ്ങനെ തന്നെയാണ് ശരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഡേ ബൈ ഡേ ഇലക്ട്രോണിക്സിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രിൻ്റർ മേടിച്ചു, നെക്സ്റ്റ് ഒരു ആഫ്റ്റർ 1 വീക്ക് ഓർ 10 days കഴിയുമ്പോൾ ആ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രിൻ്റർ വരും നമുക്ക്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ നമ്മൾ കുറച്ചും കൂടെ മാറ്റി കുറച്ചും കൂടെ മോർ ദാൻ ദാറ്റ് അത് മാർക്കറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എത്രത്തോളം അതിന് നമ്മൾ കസ്റ്റമറിൻ്റെ പുതിയ മോഡൽസ് ഡെഫിനറ്റ്ലി വരാറുണ്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ നമ്മൾ റീറ്റെയിൽ പ്രോഡക്റ്റ് പോലെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നൊരു സാധനമല്ല, പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം പുതിയ മോഡൽസ് വരാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആ സമയത്ത് പോയിട്ട് കസ്റ്റമറുമായിട്ട് ഒരു കൺസൾട്ടൻസി വീണ്ടും വർക്കൗട്ട് ചെയ്തിട്ട് അവർ എക്സിസ്റ്റിംഗ് സെറ്റപ്പ് എങ്ങനെ പോകുന്നു, അവരിനി നെക്സ്റ്റ് 5-year വിഷൻ എന്താണ്, ഏത് ടെക്നോളജി കാർഡ്സാണ് അവരിപ്പോൾ ഉപയോഗിക്കുന്നത്, ഒരു മൾട്ടി ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജിയിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ബിസിനസ് കേസ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ അത് മൈഗ്രേറ്റ് ചെയ്യാറാണുള്ളത്. നമ്മളൊരു ചിപ്പിലാണ് ഈ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ചിപ്പാണ്. അതെ, തീർച്ചയായും എൻ്റെ ഡാറ്റ ഒക്കെ നമ്മൾ ഒരു ഫോർമാറ്റ് ചെയ്ത് അതിൽ നമ്മളൊരു സ്റ്റോറേജ് കപ്പാസിറ്റി വേണം ഡാറ്റ മൊത്തം. അതെങ്ങനെയാണ് അത് കസ്റ്റമേഴ്സിന് ഒരു ബാക്കപ്പ് കസ്റ്റമേഴ്സിന് കൊടുക്കും? അത് ചൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ചിപ്പ് കാണുമ്പോൾ അതെല്ലാം ഒരുപോലെ ഇരിക്കും. നമ്മൾ നേക്കഡായിന്ന് കാണുമ്പോൾ അതെല്ലാം ചിപ്പ് നമ്മൾ മൊബൈലിലിടുന്ന സിം കാർഡ് അത് ബ്രേക്ക് ചെയ്യുന്നത് മുമ്പ് വരെ അത് സെയിം ആയിരിക്കും. പിന്നെ നമ്മൾ ഗവൺമെൻറ് ID കാർഡ്സിൽ സെയിം ആയിരിക്കും. പക്ഷേ അത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്മാർട്ട് ചിപ്സ് ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുണ്ട്. നമ്മൾ ടെലിഫോൺസിൽ പണ്ട് പേ ഫോൺസിലിടുന്നത് കാർഡ്സ് ഉണ്ട്, മറ്റേ പബ്ലിക് മൊബൈലെല്ലാം വരുന്നതിന് മുമ്പായിട്ടുള്ള അത് ബേസിക്കാണ്. പിന്നെ അതിന് സെക്കൻഡ് ലെവലായിട്ടുള്ള നമ്മൾ ഇവിടെ ചില ഗവൺമെൻറ് ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോയൽറ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന കാർഡ്സ്, ഈദർഹം പോലുള്ള കാർഡ്സ്. പിന്നെ ഇപ്പോൾ എമിറേറ്റ്സ് ID പോലുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബൈ ഇറ്റ് സെൽഫ്. അതിന് സ്പേസ് ഉണ്ട്, പിന്നെ ഡേറ്റ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, RAM ഉണ്ട്, ROM, അങ്ങനെ എല്ലാം ഒരു കമ്പ്യൂട്ടർ പിന്നെ ബൈ ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. ക്രിപ്റ്റോ പ്രോസസ്സർ എന്ന് പറയുന്ന ഇതുണ്ട്. അത് ക്രിപ്റ്റോഗ്രാഫി അല്ലെങ്കിൽ അതിലുള്ള ഡേറ്റാനെ സെക്യൂർ ചെയ്യാനായിട്ടുള്ള ആൽഗോരിതംസും ഇതുമൊക്കെ ജനറേറ്റ് ചെയ്യുകയും
അതിനകത്തുള്ള ഡേറ്റാന് സെക്യൂർ ചെയ്യാനായിട്ടുള്ള ടെക്നോളജി എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ വെറൈറ്റി ഉണ്ട്. പക്ഷേ അതെല്ലാം കാണുമ്പോൾ ISO സ്പെക്ക് വെച്ചിട്ട് അതെല്ലാം ചിപ്പിൻ്റെ സൈസ് അങ്ങനെയാണ്. പക്ഷേ അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കമ്പനീസിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വ്യത്യസ്തമെന്ന് പറയുമ്പോൾ തന്നെ അത് രൂപത്തിലും ഭാവത്തിലും പ്രൈസിലും വ്യത്യാസമുണ്ട് ശരിക്കും. അപ്പോൾ മാഡം 2011 വന്ന് ഫുൾ ആൻഡ് ഫുൾ ജോയിൻ ചെയ്യുന്നത്. എക്സാക്ട്ലി 2011 എമിറേറ്റ്സിൽ നിന്ന് റിസൈൻ ചെയ്തു. അത് 2011 ഒരു നല്ലൊരു കമ്പനിയിൽ നിന്ന് നല്ലൊരു സാലറി ഇരിക്കുന്ന സമയത്ത് ഒരു റിസൈൻ ചെയ്യുമ്പോൾ, കാരണം എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദുബായിൽ അറിയപ്പെടുന്ന ഒരു നല്ല കമ്പനിയാണ്. അവിടെ നിന്ന് നല്ല ഒരു ബാക്കപ്പ്, നല്ല സപ്പോർട്ട്, സ്റ്റിൽ അങ്ങനെ നല്ല പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജോബാണ്. അങ്ങനെ റിസൈൻ ചെയ്യണമെന്ന് തോന്നുമ്പോൾ മനസ്സിലൊരു ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ലൈക്ക് പറഞ്ഞ പോലെ ഒരു നേരത്തെ പറഞ്ഞു, കാരണം ഞാനത് ചോദിക്കാൻ കാരണം പാഷൻ ആണെന്നുള്ളത്. കാരണം ജോലി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പാഷൻ തന്നെയാണ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്, മോർ ദാൻ സാലറി. എക്സാക്ട്ലി. ചെറിയൊരു അംശം ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയുന്നത് കള്ളത്തരമായിരിക്കും. പക്ഷേ കൂടുതലും ലൈക്ക് ഈ ഒരു സംരംഭം ഇനി നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ മോർ ഹാൻഡ്സ് ഹാവ് ടു ജോയിൻ, കൂടുതൽ കൈകൾ വേണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്തിരുന്നതിൽ എനിക്കും ലൈക്ക് ആൾ ചെയ്ത എല്ലാ കാര്യങ്ങളിലും ഞാനും അപ്ഡേറ്റഡ് ആയിരുന്നു. എന്തൊക്കെ പ്രോജക്ട്സ്, ഏതൊക്കെ ക്ലയൻസ് എന്നും ഓൾറെഡി ഇൻവോൾവ് ആയിരുന്നു. സോ ഒരു പുതിയ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യുന്ന പോലെ അല്ലായിരുന്നു. സോ നമുക്ക് പിന്നെ ഇതിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലോട്ട് എങ്ങനെ കൊണ്ടുപോകണം, അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ടാണ് ഞാൻ ശരിക്കും ജോയിൻ ചെയ്തത്. ബേസിക്കലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കിടന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിപ്പോൾ ശരി തന്നെയാണ്, വിമർശന വളരെ റെപ്യൂട്ടഡ് ആയിട്ട്. അപ്പോൾ അതിനെക്കാട്ടിലും നമുക്ക് നമ്മളേതായ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളൊരു ഡയഗ്രാമാറ്റിക് ഒരു ബിസിനസ് കേസ് തന്നെ കൊടുത്തു. എംപ്ലോയീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഒരു ബാക്ക് ബോൺ ഏതൊരു ഫേമിൻ്റെ. ആ ഒരു റിലേഷൻഷിപ്പിനെ കാരണം എത്രത്തോളം നമുക്ക് ബിൽഡപ്പ് ചെയ്ത് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ്ലി നമ്മൾ ഫാമിലിയാണ്, വൈഫ്. നമ്മളെല്ലാവരുടെയും എംപ്ലോയീസിനെ നമ്മൾ കാണുന്നത് ഫാമിലിയാണ്. ആക്ച്വലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് സ്മാർട്ട് ഫുൾ ഫാമിലി എന്നാണ്. സോ അതിലൊരു ഈ പറഞ്ഞ പോലെ പാഷൻ കാണുന്ന പോലെ ഒരു ഇമോഷൻ, ബിസിനസ്സും ഇമോഷനും കൂടി മിക്സ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മളൊരു സെർട്ടൺ ലെവൽ ഓഫ് ഇമോഷൻ നമ്മൾ വെക്കുന്നുണ്ട് ഓരോ എംപ്ലോയിലും. അവരെ നമ്മൾ കാണുന്നത് നമ്മളെങ്ങനെയായിരുന്നു 10 വർഷം മുമ്പ്, നമ്മളെ കാണുന്ന പോലെയാണ് നമ്മൾ അവരെ കാണുന്നത്. അപ്പോൾ അവർ മുന്നോട്ട് ഗ്രോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയുള്ള എല്ലാ എന്താണ് ഇൻപുട്സും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സോ ഞാനിവിടെ ഓപ്പറേഷൻസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓപ്പറേഷൻസ്, HR, അഡ്മിനിസ്ട്രേഷൻ, ടെക്നിക്കൽ സൈഡും കവർ ചെയ്യുന്നുണ്ട്. എത്രത്തോളമാണ് ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ? ഞങ്ങളെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ്, ഇറ്റ്സ് നോട്ട് എ ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഒരു കസ്റ്റമർ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എക്സിനോട് ചോദിക്കും, വൈയോട് ചോദിക്കുന്നുള്ളതല്ല, അവർ തന്നെ അതിന് ഒരു സൊല്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വളരെ ഒരു ഹൈ പെർസെൻറ്റേജ് ആണ്. മിസ്റ്റർ അബ്ദുൽ ഗഫൂറിൻ്റെ എന്തെല്ലാം ക്വാളിറ്റികളാണ്, അത് അനാലിസ് ചെയ്യേണ്ട ആളാണ് അതിലിരിക്കുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ, കാരണം ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ഇതിൽ നിന്ന് നമുക്ക് അനാലിസ് ചെയ്യുമ്പോൾ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ക്വാളിറ്റി ഈസ് ഒരിക്കലും ഒരു ഡിഫീറ്റഡ് ആണെന്നുള്ളൊരു ഡു ഓർ ഡൈ കൈൻഡ് ഓഫ് ഒരു ആറ്റിറ്റ്യൂഡ്. ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നിറവേറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഫസ്റ്റ് പ്രൈം ക്വാളിറ്റി ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി തന്നെ മാച്ച് ചെയ്യുന്നത്. പിന്നെ ആൾ കമ്പാഷനറ്റാണ് അത്യാവശ്യം. പുറമേ നിന്ന് കണ്ടാൽ വളരെ റൂഡാണെങ്കിലും വളരെ കമ്പാഷനറ്റ് വൈഫ് എന്നുള്ള രീതിയിൽ പേഷ്യൻ്റ് ആണ്. പല സന്ദർഭങ്ങളിലും വളരെ പേഷ്യൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നല്ല പ്രഷറോട് കൂടിയായിരിക്കും വരുന്നത്, പക്ഷെ അത് അത്രയും ചിലപ്പോൾ മുഖത്ത് കാണില്ല.
സോ അതൊക്കെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ആയിരുന്നു. അത് കാരണം സ്വയം അത് സാക്രിഫൈസ് ചെയ്യും. കാരണം അത് നമ്മൾ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് അത് വേദന ഷെയർ ചെയ്യില്ല. ഏറ്റവും വലിയൊരു കോംപ്ലിമെൻ്റ് ആണ്. ഈ സക്സസിൻ്റെ എല്ലാം ബിഹൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പാരൻസ് ആണ്. എത്രത്തോളമാണ് അത് താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ പാരൻസ് സ്വാധീനിച്ചിട്ടുള്ളത്? എൻ്റെ പാരൻസ്, ഉപ്പയുടെ പേര് അബ്ദുൽ ഗഫൂർ എന്നാണ്. അബ്ദുൽ ഗഫൂർ. ഉമ്മയുടെ പേര് നദീറ അബ്ദുൽ ഗഫൂർ എന്നാണ്. വാപ്പായും ഉമ്മായുമാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ. പിന്നെ പടച്ചവൻ, അങ്ങനെയുള്ള ശക്തികൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹൈൻഡ് ദ സ്ക്രീൻ പിന്നെ പവേഴ്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും ഒരു നല്ലൊരു മോറൽ സപ്പോർട്ട് എല്ലാവരെയും കിട്ടിയത്. എവരി സക്സസ് മാൻ ബിഹൈൻഡ് ദർ ഈസ് എ വുമൻ. അത് ശരിയാണ്. വെരി വെൽ പ്രൂവ്ഡ് ഹിയർ. ഇവിടെ മിസ്റ്റർ അബ്ദുൽ ഗഫൂറിൻ്റെ പാരൻസിനെ കുറിച്ച് പറഞ്ഞു. മാഡത്തിൻ്റെ പാരൻസ് എത്രത്തോളം? എൻ്റെ പേരൻസും ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 8 years ആയി. അവരുടെ ഒരു സപ്പോർട്ടും മൊത്തത്തിൽ എല്ലാവരും ഒരു അനുഗ്രഹം എപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും നമ്മുടെ വലിയൊരു ബ്ലെസ്സിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സ്മാർട്ട് വേൾഡ് ഇന്ന് ലോകത്തേക്ക് നമ്മൾ മിഡിൽ ഈസ്റ്റ് ഏകദേശം എല്ലാ രാജ്യങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ സൗദിയിൽ ഞങ്ങൾക്ക് ഓഫീസുണ്ട്. സൗദിയിൽ ഡയറക്ടർ ഓഫീസുണ്ട്. ഞങ്ങൾ ഈസ്റ്റ് ആഫ്രിക്കൻ റീജിയൻസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഫോക്കസ് ആഫ്രിക്കൻ റീജിയനിലേക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആഫ്രിക്കയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടത് സെക്യൂരിറ്റിയാണ്. ഞങ്ങളെ പോലുള്ള ടെക്നോളജീസാണ് അവിടെ വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു ആഗ്രഹം. അത് പടച്ച നമ്പുരാൻ നടത്തി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. ഒരു തിരക്കേറിയ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.